ഹായ് ഗൈസ്. സോ ഞാൻ കുറച്ച് നാളായിട്ട് ഡാർവിനെക്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ട്രേഡ് ചെയ്യാറുണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോമിലെ ഒരു ഫസ്റ്റ് മൈൽ സ്റ്റോൺ റീച്ച് ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്തായിരുന്നു എൻ്റെ ഒരു ജേണിയും കൂടെ എനിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഒരു പ്ലാറ്റ്ഫോം എന്താണെന്നൊരു ഐഡിയ ഇല്ല, ഡാർവിനെക്സ് സീറോനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്, നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ടെലഗ്രാമിലാണെങ്കിൽ ബെറ്റർ. ഓക്കെ. സോ ബേസിക്കലി ജനറലായിട്ട് പറയുവാണെങ്കിൽ ഇത് ബിഗിനേഴ്സിന് പറ്റിയൊരു പ്ലാറ്റ്ഫോം അല്ല. അത്യാവശ്യം ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ കാരണം ഇതിൽ പ്രോഫോ മോഡലിൽ നമുക്ക് ഫണ്ടിങ് കിട്ടുന്നൊരു പ്ലാറ്റ്ഫോം ആണെങ്കിൽ പോലും ഇവിടെ ക്രൈറ്റീരിയാസ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ്. ആൻഡ് ഇവിടെ ബിഗിനേഴ്സിന് സർവൈവ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. ആൻഡ് ലോങ് ടേം സക്സസ് ആണ് ഇവിടെ മെയിനായിട്ടും നോക്കുന്നത്. അപ്പം നമ്മൾ അക്കൗണ്ടിൽ അറ്റ്ലീസ്റ്റ് നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ബിൽഡ് ചെയ്താൽ മാത്രമേ നമുക്കിവിടെ കാര്യമുള്ളൂ. അപ്പോൾ ജസ്റ്റ് എടുത്ത് എന്തെങ്കിലും രീതിയിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വേറെ യൂസ് ഒന്നും വരാനില്ല. അപ്പം സജസ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി ട്രേഡ് ചെയ്ത് ഇപ്പോൾ ഓൺ അക്കൗണ്ടിലാണെങ്കിലും പ്രോഫോമിലാണെങ്കിലും ഒക്കെ ചെയ്ത് അറ്റ്ലീസ്റ്റ് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ഉള്ള ആൾക്കാരായിരിക്കണം ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും വേണ്ട ഗൈഡൻസും കാര്യങ്ങളൊക്കെ എനിക്ക് തരാൻ പറ്റും. ഇവിടെ നോക്കുവാണെങ്കിൽ ഇതാണ് ആക്ച്വലി എൻ്റെ നെയിം. ഈ ഒരു പ്ലാറ്റ്ഫോമിലെ നെയിം MRJJ എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയാലും കാണാൻ പറ്റും. ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം ഞാൻ ജനറേറ്റ് ചെയ്തിട്ടുള്ള റിട്ടേൺസ് എന്ന് പറയുന്നത് 7.79% ആണ്. അതായത് ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഇത്രയും പെർസെൻറ്റേജ് ജനറേറ്റ് ചെയ്തു. അവിടെ വന്നിട്ടുള്ള ഡ്രോ ഡൗൺ, ഈ പറയുന്ന റിട്ടേൺസ് ജനറേറ്റ് ചെയ്തപ്പം ഇത്രയും ഡ്രോ ഡൗൺ ആണ് വന്നിട്ടുള്ളത്, -4.57%. ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇക്വിറ്റി കർവൊക്കെ കാണാൻ പറ്റും. ആൻഡ് ഓരോ മന്തിലെ ഡേറ്റ വെച്ചിട്ട് നോക്കുമ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആക്ച്വലി നമ്മുടെ ട്രേഡിംഗ് സ്റ്റാറ്റ് ഒരു പ്രൊഫഷണൽ രീതിയിൽ ആക്ച്വലി നമുക്ക് വേണ്ട എല്ലാ ഡേറ്റാസും ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പം ആ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ, അൺലൈക്ക് അതർ പ്ലാറ്റ്ഫോംസ്. സോ സെപ്റ്റംബറിൽ നോക്കുവാണെങ്കിൽ, സെപ്റ്റംബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 6 മന്തിൽ 2.87%. ഓരോ മന്തിലെയും റിട്ടേൺസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഡിസംബർ മന്ത് ആക്ച്വലി നെഗറ്റീവ് ആയിരുന്നു. അപ്പം ഇവിടെ വെച്ച് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഫണ്ടിങ് കിട്ടാനുള്ളൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഒരാൾ ജസ്റ്റ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്താൽ മാത്രം പോരാ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അവർ റിസ്ക് അഡ്ജസ്റ്റഡ് ആയിരിക്കണം. ഇപ്പോൾ ഈ ഒരു കേസിൽ നോക്കുവാണെങ്കിൽ എനിക്ക് ഇവിടെ ഫണ്ടിങ് കിട്ടേണ്ടതായിരുന്നു, പക്ഷേ സ്റ്റിൽ എനിക്കവിടെ -4.57% എനിക്ക് ഇനിഷ്യലി വന്ന ഡ്രോ ഡൗൺ ആയതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ ഈ ഒരു 7% കൂടുതലൊക്കെ ആയപ്പോഴാണ് ആക്ച്വലി എനിക്ക് ഫണ്ടിങ്ങിന് എലിജിബിൾ ആയത്. അപ്പോൾ എനിക്ക് 4.57% ഈ ഡ്രോ ഡൗൺ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ നേരത്തെ ഫണ്ടിങ് കിട്ടിയേനെ. ഈ ഒരു സ്റ്റേജിൽ ആക്ച്വലി എൻ്റെ റേറ്റിംഗ് കൂടുതലായിരുന്നു. ഫണ്ടിങ്ങിൻ്റെ കിട്ടേണ്ട ആ ഒരു സ്റ്റേജിൽ നിന്നപ്പോഴാണ് ആക്ച്വലി ഡിസംബറിൽ ഡ്രോ ഡൗൺ വന്ന് വീണ്ടും അത് ലേറ്റ് ആയത്. ഇപ്പോഴത്തെ കറണ്ട് റേറ്റിംഗ് നോക്കുവാണെങ്കിൽ 75 ആണ്. അപ്പം 75 ആണ് ആക്ച്വലി ഫണ്ടിങ്ങിന് എലിജിബിൾ ആയിട്ടുള്ള റേറ്റിംഗ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രീവിയസ് മന്ത് റിട്ടേൺസ് പ്ലസ് കറണ്ട് മന്ത് റിട്ടേൺസ് ആൻഡ് എത്ര ഡ്രോ ഡൗൺ വന്നിട്ടുള്ളൂ എന്നുള്ളത് വെച്ചിട്ടാണ്. അപ്പോൾ 75 ആൻഡ് അബവ് ആക്ച്വലി നല്ലതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഇപ്പം നോക്കുവാണെങ്കിൽ 9064 ആൾക്കാരാണ് കറൻ്റ്ലി ഡാർവിനിയ സിൽവർ എന്ന് പറയുന്ന ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിൽ എൻ്റെ റാങ്കിങ് എന്ന് പറയുന്നത് 1984 ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിലും സ്റ്റിൽ ഈ ഒരു പൊസിഷനിൽ ആക്ച്വലി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അത്യാവശ്യം നല്ലൊരു സ്റ്റാറ്റ് തന്നെയാണ് നമുക്കിവിടെ ബിൽഡായിട്ടുള്ളത്. അപ്പം ഫ്യൂവർ മന്ത്സ് കൂടെ ആഡ് ആയി കഴിയുമ്പോഴത്തേക്ക് ആക്ച്വലി നമ്മൾ റാങ്കിങ്ങിന് നല്ല രീതിയിൽ മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് ഈ ഒരു രീതിയിലാണ് പെർഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആക്ച്വലി കുറച്ച് നാൾ സർവൈവ് ചെയ്യുകയാണ്. നമ്മളൊരു 1 ഇയറിൻ്റെ അടുത്ത് സർവൈവ് ചെയ്യുവാണെങ്കിൽ ആക്ച്വലി നമ്മുടെ സ്റ്റാറ്റ് നല്ലതാണെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിനും നമ്മുടെ സ്റ്റാറ്റ് കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ ആൾക്കാരെ കൺവിൻസ് ചെയ്ത് അങ്ങനെയൊന്നും ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്റ്റാറ്റ് നല്ലതാണെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെ നമ്മളെ പുഷ് ചെയ്തിട്ട് ഇൻവെസ്റ്റേഴ്സ് വന്ന് നമ്മുടെ സ്റ്റാറ്റ് നല്ലതാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ നോക്കുന്ന കുറച്ച് ക്രൈറ്റീരിയ ആണ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ. ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ ഓരോ സാധനങ്ങളും നമുക്ക് നമ്മുടെ ഒരു പെർഫോമൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ്. ജനറലി നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ChatGPT ഇട്ട് നോക്കിയാൽ മതി. അപ്പം നിങ്ങളുടെ
എങ്ങനെയാണ് നിങ്ങളുടെ സ്ട്രാറ്റജി പെർഫോം ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഡേറ്റ വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മൾ പിന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ എത്രത്തോളം ഡ്രോ ഡൗൺ വന്നിട്ടുണ്ട്, എത്രത്തോളം പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അസറ്റ്സ് ആൻഡ് ടൈം ഫ്രെയിംസ് എടുക്കുവാണെങ്കിൽ ഞാൻ ഏതൊക്കെ അസറ്റ്സിൽ ട്രേഡ് ചെയ്യാറുണ്ട്, എത്ര ട്രേഡ്സ് എടുക്കാറുണ്ട്, അതിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് ജനറേറ്റ് ചെയ്യാറുണ്ട്, ഏതൊക്കെ ഡേയ്സിൽ എത്ര പെർസെൻറ്റേജ് ജനറേറ്റ് ചെയ്യാറുണ്ട്, ഇതൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇതൊക്കെ ആക്ച്വലി പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നെയാണ്. അപ്പോൾ ഇതൊരു പ്രോപ്പർ ബുക്കിൽ നടക്കുന്ന ട്രേഡ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് നോക്കാൻ പറ്റുന്ന, അതായത് ഇപ്പം ഒരു നല്ല രീതിയിൽ ട്രസ്റ്റഡ് ആയിട്ട് ഒരു സ്റ്റാറ്റ് കാണിക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം കൂടിയാണ്. നമുക്ക് മാനിപ്പുലേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഫോറക്സ് CFDസിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ട്രേഡ്സ് എടുക്കാറ്. ഓക്കെ, അവിടെ നോക്കുവാണെങ്കിൽ ഞാൻ 328 ട്രേഡ്സ് ഫോറക്സ് കറൻസി പെയർസിലാണ് ചെയ്യാറ്. അവിടെ 5.96% റിട്ടേൺസ് അവിടെ നിന്നാണ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്പർ ഓഫ് അസറ്റ്സ് 7ആണ്, അതായത് 7 കറൻസി പെയർസിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ ചേർന്ന് നോക്കുകയാണെങ്കിൽ ഒരു 4.65% ടോട്ടലി 16 ട്രേഡ് എടുത്തിട്ടുള്ളത് കമോഡിറ്റിയിലാണ്. അവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഒരു അസറ്റിലാണ് ട്രേഡ് ചെയ്തിട്ടുള്ളത്, അത് ഗോൾഡിലാണ് ചെയ്തത്. അപ്പോൾ ഗോൾഡിൽ നിന്നാണ് അറൗണ്ട് ഒരു 2.66% റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പം ആക്ച്വലി കമോഡിറ്റീസിൽ ചെയ്യുന്നത് വളരെ കുറവാണ്. ആൻഡ് ഏതൊക്കെ ടൈമിങ്ങിലാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും. ഇവിടെ അമേരിക്കൻ സെഷനിൽ ഞാൻ ഏകദേശം 595 ട്രേഡ്സ് എടുത്തിട്ടുണ്ട്. യൂറോപ്യൻ സെഷനിൽ അറൗണ്ട് ഒരു 69 അല്ല 24 ട്രേഡ്സ് എടുത്തിട്ടുണ്ട്. ഏഷ്യൻ സെഷനിൽ 69 ട്രേഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പം ബേസിക്കലി ഇവിടെ ഉള്ളൊരു മെയിൻ കാര്യം എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഏറ്റവും കുറവ് ട്രേഡ് ചെയ്തിട്ടുള്ളത് ഈ ഏഷ്യനിലും യൂറോപ്യൻ സെഷനിലുമാണ്. കാരണം അമേരിക്കൻ സെഷൻ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ട്രേഡ്സിന് ഡിഫറൻസ് ഇവിടെ വരുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഇത്രയും ട്രേഡ്സ് എടുത്തിട്ടും ആക്ച്വലി ഒരു നെഗറ്റീവ് റിട്ടേൺസാണ് ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം സ്റ്റിൽ അതൊരു ഈ ഒരു സ്റ്റാറ്റ് കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി കുറച്ച് ഇതായിട്ട് തോന്നി. ബട്ട് സ്റ്റിൽ ഞാൻ അത് സ്ട്രാറ്റജിയിൽ കാര്യങ്ങളൊന്നും ചേഞ്ച് വരുത്താൻ നോക്കുന്നില്ല. അപ്പം സ്റ്റാറ്റ് ഇപ്പം കംപ്ലീറ്റ്ലി നമ്മുടെ മന്ത്ലി അല്ലെങ്കിൽ നല്ല രീതിയിൽ മന്ത്സിൽ എൻഡ് ആവുന്നത് കൊണ്ട് തന്നെ അതിൽ ഞാൻ കൺസേൺഡ് അല്ല. അപ്പം ഇപ്പം കറൻ്റ്ലി ഇതായതുകൊണ്ട് അമേരിക്കൻ സെഷനിലെ ട്രേഡ്സിൽ മാറ്റം വരുത്താനൊന്നും നോക്കുന്നില്ല. സ്ട്രാറ്റജിയിലും കാര്യങ്ങളൊന്നും ചേഞ്ചസ് വരുത്തുന്നില്ല. ജസ്റ്റ് എന്താണോ ചെയ്യുന്നത് അത് തന്നെ റിപ്പീറ്റ് ചെയ്യുവാണ്. അപ്പം ഇതാണ് ബേസിക്കലി കാണുന്നത് സ്റ്റാറ്റിൽ. പിന്നെ നോക്കുവാണെങ്കിൽ ഡേയ്സ് ആണെങ്കിലും എല്ലാ ഡേയ്സിലും ട്രേഡ്സ് ഉണ്ടെങ്കിലും മൺഡേ ട്യൂസ്ഡേ നല്ലോണം വർക്കൗട്ട് ആകുന്നുണ്ട്. വെനസ്ഡേ ഓക്കെ ആണ്. തേഴ്സ്ഡേ ഫ്രൈഡേ ആക്ച്വലി നെഗറ്റീവ് റിട്ടേൺസ് ആണ് വരുന്നത്. അപ്പോൾ തേഴ്സ്ഡേയും ഫ്രൈഡേയും ട്രേഡ് ചെയ്യാതിരുന്നാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇത് നോക്കുന്നത്. അപ്പോൾ തേഴ്സ്ഡേ ഫ്രൈഡേ കമ്പാരിറ്റീവ്ലി എനിക്ക് നല്ല ഡേയ്സ് അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അപ്പം ഇത്രയും ചെറിയ മന്ത്സിൻ്റെ ഡേറ്റ വെച്ചിട്ട് ഒരിക്കലും നമ്മൾ സ്ട്രാറ്റജിയിൽ ചേഞ്ചസ് ഒന്നും വരുത്തരുത്. ഓൺ എ ലോങ് റൺ ചിലപ്പോൾ ഒരു 5 ഇയർ 6 ഇയർ ഡേറ്റ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി എന്തെങ്കിലും ചേഞ്ചസ് ചിലപ്പോൾ സ്ട്രാറ്റജിയിൽ വരുത്തിയേക്കാം. പക്ഷേ ഈ ഒരു ഡേറ്റ വെച്ചിട്ട് ഇപ്പം കറൻ്റ്ലി ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. കാരണം അതിൽ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി പറയാനുള്ളത്. അപ്പം ഇത്രയും സ്റ്റാറ്റ് കിട്ടിയപ്പം ആക്ച്വലി ഫണ്ടിങ് കിട്ടിയിട്ടുള്ളത് 30,000 യൂറോ ആണ്. അപ്പം ഈ ഒരു 30,000 യൂറോ നമുക്ക് ഇപ്പം അടുത്ത മന്ത് സ്റ്റാർട്ടിങ്ങിലായിരിക്കും എനിക്ക് കിട്ടുന്നത്. അത് കിട്ടിയാൽ അവിടുന്ന് 3 മന്ത്സ് ഈ ഒരു ഫണ്ട് യൂസ് ചെയ്യാം, അത് വെച്ചിട്ട് ട്രേഡ് ചെയ്യാം. അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ പ്രൊഫോംസ് പോലെ വലിയൊരു പെർസെൻറ്റേജ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. ഒരു ഹെഡ്ജ് ഫണ്ട് സ്റ്റാൻഡേർഡിലുള്ള ഒരു പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ബട്ട് സ്റ്റിൽ ജെനുവിൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ആൻഡ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രസ്റ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നത് സ്റ്റിൽ വെർത്തായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ സ്ട്രാറ്റജി അനാലിസിസ്, നമ്മുടെ സ്ട്രാറ്റജി വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ കമ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ സ്റ്റിൽ പേഴ്സണലി ഞാനിതൊന്നും അങ്ങനെ ചെക്കൗട്ട് ചെയ്യാറില്ല. ആദ്യത്തെ 2 കാര്യങ്ങളും നോക്കാറുണ്ട്. ആൻഡ് ഇതൊക്കെ ബേസിക്കലി ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്, എന്നിട്ടായിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇതാണ് കറൻ്റ്ലി ഉള്ള അപ്ഡേറ്റ്. അപ്പം ഇനി ഒരു ഫണ്ടിങ് കിട്ടിയിട്ട് എങ്ങനെയാണ് പെർഫോമൻസ് പോകുന്നത്, നമുക്ക് എത്ര പേ ഔട്ട് കിട്ടുന്നു എന്നുള്ളതും കമ്മിങ് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം സ്റ്റിൽ ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പേടിക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കോൺടാക്ട് ഡീറ്റെയിൽസിന് കണക്ട് ചെയ്താൽ മതി, ഗൈഡ് ചെയ്ത് തരാം. ആൻഡ്
ഒബ്വിയസ്ലി ആരെങ്കിലും ഈ ഒരു പ്ലാറ്റ്ഫോം എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും വരുന്നത്. ആൻഡ് ഇനീഷ്യൽ സബ്സ്ക്രിപ്ഷനിൽ എന്തെങ്കിലും ഓഫർ കിട്ടണം എന്നുണ്ടെങ്കിൽ കൂപ്പൺ കോഡും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.